നെയ്യാർ ഡാമിലെ KSU ക്യാമ്പിൽ സംഭവിച്ചത് എന്താണ്? ഒന്നാം ദിവസം VD സതീശന്റെ ഉദ്ഘാടനം, അന്ന് വൈകിട്ട് തന്നെ DJ പാർട്ടിയും ഉണ്ടായിരുന്നു. രണ്ടാം ദിവസം നാടൻ പാട്ടും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ നാടൻ തല്ലും അരങ്ങേറി. ഒപ്പം തന്നെ ഉശിരി പകരുന്നതിന് വേണ്ടി ലേശം മദ്യവും നേതാക്കൾ ഉപയോഗിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഞെട്ടലോടെയാണ് കേട്ടത്. രണ്ട് നേതാക്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഒരു നേതാവിന് വിധേയമായി കൊണ്ടുവന്നു. ആ വാർത്ത, ഈ പറഞ്ഞ അകത്ത് നടന്ന ചോരപ്പാടിൻ്റെ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഏറ്റുമുട്ടലിൻ്റെ ദൃശ്യങ്ങൾ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം കൈരളി ന്യൂസാണ് ആ ദിവസം തന്നെ പുറത്തുവിട്ടത്. ആ വാർത്ത പുറത്തു വന്നുടൻ തന്നെ KPCC അടിയന്തരമായി ഇടപെട്ടു. ആ കാര്യത്തിൽ ശുഭകരമായ വാർത്തയാണ് കൈരളി ഫോളോ ചെയ്തത്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം നടന്ന ശേഷവും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത് എങ്ങനെയാണ്? കൈരളി വാർത്ത വ്യാജമെന്നാണ്. ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ മറുപടിയിൽ ഒരു വ്യക്തതയില്ല. അത് ഈ നിലവിൽ വന്ന വാർത്തകളും നിലവിൽ വന്ന പ്രചരണത്തിനും കൂടുതൽ അടിത്തറ പകരുന്ന തരത്തിലാണ് ഒരു പ്രതികരണം. അത് കൃത്യമായിട്ട് ഇവിടെ സംഘർഷം നടന്നിട്ടുണ്ടോ, ആ തർക്കം ഒരു കയ്യാങ്കളിയിലേക്ക് പോയിട്ടുണ്ടോ, ഈ ചോര ചെന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷ്വലുകളല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു, പരസ്പരം മദ്യപിച്ച്. ആ ക്യാമ്പിൽ പങ്കെടുത്ത 70% വിദ്യാർത്ഥികളും മദ്യപിച്ചിരുന്നു എന്നതാണ് നമുക്ക് പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പാർട്ടി, ആ സംഘടന ഉള്ളിൽ വിഷയം പരിഹരിക്കണമെങ്കിൽ, കുറ്റമറ്റ രീതിയിൽ ആ സംഘടനയെ വീണ്ടും വാർത്തെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംഭവിച്ചു പോയി ആ വിഷയങ്ങൾ തിരുത്തും എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ടോ KSUവിൻ്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിലപാട് ഉണ്ടായില്ല. എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ല. കൂട്ടത്തല്ല് കഴിഞ്ഞു, രണ്ടുപേർക്ക് പരിക്കേറ്റു, മദ്യപിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. പദ്ധതിയാകെ, ഈ പഠന ക്ലാസ് ആകെ അലങ്കോലമായി എന്ന് വാർത്തകളും പുറത്തു വന്നു. പക്ഷേ അതിനുശേഷം നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ KSU കൂട്ടത്തല്ല്, തമ്മിൽ തല്ല് നടന്നതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഒതുക്കി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ഒരു വശത്തും, ഈ വിഷയത്തിൽ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണമെന്ന വാശിയിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ മറുവശത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നാം പുറത്തുവിട്ടത്. NSUവിൻ്റെ ദേശീയ നേതൃത്വം 4 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. അതിൽ 2 നേതാക്കൾ നടത്തിയ കുറ്റമായി NSU നേതൃത്വം പറയുന്നത്, അവർ KSUവിൻ്റെ ക്യാമ്പിൽ നടന്ന സംഘടന രംഗങ്ങൾ ചിത്രീകരിച്ച് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകി എന്നതാണ് കുറ്റം. അടിപിടിക്ക് നേതൃത്വം നൽകിയ ആർക്കെതിരെയും ഇതുവരെ NSU നേതൃത്വം നടപടിയെടുത്തിട്ടില്ല. പക്ഷേ കുറ്റം 3-4 പേരിൽ ഒതുക്കി വിഷയം അവസാനിപ്പിക്കുക എന്നതാണ് VD സതീശനും അലോഷ്യസും ശ്രമിക്കുന്ന തന്ത്രം. പക്ഷേ K. സുധാകരൻ ആ തന്ത്രത്തിന് വഴങ്ങുന്നില്ല. അതിന് കാരണമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന് 3 പോഷക സംഘടനകളുണ്ട്. 3 പ്രധാനപ്പെട്ടതാണ്. ഒന്ന് മഹിളാ കോൺഗ്രസ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ജബി മെത്തറാണ്. ഈ ജബി മെത്തർ A വിഭാഗത്തിൻ്റെ നോമിനിയായിരുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം A ഗ്രൂപ്പിൻ്റെ നോമിനിയായി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വന്ന നേതാവാണ്. മറ്റൊരാളാണ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ അലോഷ്യസ് സേവ്യർ. ഇയാളും A ഗ്രൂപ്പിൻ്റെ പറ്റിൽ ഈ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വന്നയാളാണ്. ഇവർ 3 പേരും ഇപ്പോൾ ആർക്കൊപ്പമാണ്? A ഗ്രൂപ്പിൻ്റെ പറ്റിൽ സംസ്ഥാന അധ്യക്ഷന്മാരായി വരികയും ഇവരിപ്പോൾ VD സതീശനൊപ്പവും KC വേണുഗോപാലിനൊപ്പവും നിൽക്കുന്ന നേതാക്കളാണ്. അതുകൊണ്ട് VD സതീശന് ഇവരെ 3 പേരെയും, അലോഷ്യസ് സേവ്യറിനടക്കമുള്ള 3 പോഷക സംഘടനാ ഭാരവാഹികളെയും സംരക്ഷിച്ചേ മതിയാവും. ഒപ്പം
കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ 3 പേരും കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷനെ അംഗീകരിക്കുന്നില്ല. ഇവർ ഒപ്പം നിൽക്കുന്നത് VD സതീശനൊപ്പമാണ്. അതുകൊണ്ടൊരു തന്ത്രമാണ് ഇവർ പയറ്റിയിരിക്കുന്നത്. ആ തന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ 3-4 പേർക്കെതിരെ നടപടിയെടുത്ത് ഈ വിഷയം അവസാനിപ്പിക്കുക. പക്ഷേ കെ സുധാകരൻ നടത്തുന്ന നീക്കം ചില്ലറ നീക്കമല്ല. അദ്ദേഹം നടത്തുന്നത് 3 അംഗ കമ്മീഷനെ വച്ചു. 3 അംഗ കമ്മീഷനിൽ 2 പേർ ഈ നെയ്യാർ ഡാമിലെ ക്യാമ്പ് നടന്ന സ്ഥലത്ത് സന്ദർശിച്ചു. വിഷയങ്ങൾ വ്യക്തമായി ശേഖരിച്ചു. പ്രാഥമിക റിപ്പോർട്ട് കെ സുധാകരൻ കൈമാറി. ആ റിപ്പോർട്ടിൽ പറയുന്നത് മോശം പെരുമാറ്റം, അച്ചടക്ക ലംഘനം, ഗുരുതരമായ നടത്തിപ്പിലെ പിഴവ് ഒക്കെ KSUവിൻ്റെ നേതൃത്വത്തിന് സംഭവിച്ചു എന്നാണ്. മദ്യം ഉപയോഗിച്ചു എന്നൊരു വാക്ക് ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നില്ല. പക്ഷേ നേതാക്കളുടെ മോശം ശീലങ്ങൾ എന്ന വാക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മോശം ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മദ്യം കൊണ്ടുവന്നു, ക്യാമ്പിൽ മദ്യം ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട്. ഒപ്പം കെ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് പോകാൻ പോവുകയാണ്. വേണമെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന കമ്മിറ്റി, KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ചിലപ്പോൾ കെ സുധാകരൻ പിരിച്ചുവിട്ടേക്കാം. ഇത് ഭയന്നിട്ടാണ്, ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിട്ടാണ് VD സതീശൻ ഇത് കേവലമായ കുട്ടിക്കളിയാണ്, കൊച്ചു കുട്ടികളുടെ ഒരു പഠന ക്യാമ്പല്ലേ, സ്വാഭാവികമായും ചില വാക്കേറ്റങ്ങളും തല്ലുമൊക്കെ ഉണ്ടായിക്കാണും, അതിന് വിട്ടോ എന്ന് പരിശോധിക്കാൻ KSUവും NSUവും ഉണ്ട് എന്ന് VD സതീശൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം KPCC ഇത് പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന ധ്വനി തന്നെയാണ് VD സതീശൻ നൽകിയിട്ടുള്ളത്. ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ രത്ന ചുരുക്കമായി പറയാം. KSUവിൻ്റെ നെയ്യാർ ഡാമിലെ കൂട്ടത്തല്ല് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പടർന്നിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയി. KSUവും NSUവും എടുക്കുന്ന നടപടിയിൽ ഈ വിഷയം അവസാനിപ്പിക്കുമെങ്കിൽ അത് VD സതീശന്റെ വിജയമായിരിക്കും. മറിച്ച് KPCC പ്രസിഡന്റ് നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി KSU നേതാക്കൾക്ക് എതിരെ ഉണ്ടാകുമെങ്കിൽ, ഒരുപക്ഷെ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അടക്കം പിരിച്ചുവിടുകയാണെങ്കിൽ അത് കെ സുധാകരന്റെ വിജയമായിരിക്കും. കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങി എത്തിയ ശേഷം 2 നേതാക്കളും തമ്മിൽ വലിയ അകൽച്ചയാണ് നിലനിൽക്കുന്നത്. VD സതീശൻ കെ സുധാകരനെ അംഗീകരിക്കുന്നില്ല, കെ സുധാകരൻ VD സതീശനെ അംഗീകരിക്കുന്നില്ല. ഈ KSU ഇഷ്യൂ, ഈ KSU സംഘടനാ പഠന ക്യാമ്പിലുണ്ടായ സംഘർഷം ഒരു വലിയ വിഷയമായി 2 നേതാക്കളും ഏറ്റെടുത്ത സ്ഥിതിക്ക് ഈ വിഷയത്തിൽ കെ സുധാകരൻ്റെ നിലപാട് ഇനി നിർണായകമാണ്. കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരൻ ഒരു നടപടിയിലേക്ക് നീങ്ങിയാൽ KSUവിൽ മാത്രം ഉള്ള പൊട്ടിത്തെറിയായി അത് ഒതുങ്ങില്ല. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വലിയ പൊട്ടിത്തെറിയിലേക്ക്, ചേരിപ്പോരിലേക്ക് അത് നീങ്ങും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്.